ഹലോ ഗായ്സ്, ഈ ക്യൂട്ടായിട്ടുള്ള ഹാൻഡ് മെയ്ഡ് ഫ്ലവേഴ്സ് എങ്ങനെയുണ്ട്? ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണേ നോക്കിയാലോ. ഞാനിവിടെ യെല്ലോ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനുള്ള കളർ പേപ്പേഴ്സാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറിലെ ഫ്ലവേഴ്സാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ കളറിലെ കളർ പേപ്പേഴ്സ് എടുക്കാം. അപ്പോൾ ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവറും ലീഫും നമ്മൾ ഒരേപോലെയാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ പ്രോസസ്സ് സെയിം ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ യെല്ലോ പേപ്പർ സെയിം മെഷർമെൻറ്റിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒരു പേപ്പറിൽ നിന്ന് ഞാൻ 3 ഫ്ലവേഴ്സിന് വേണ്ടിയുള്ളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കട്ട് ചെയ്ത ഓരോ പീസും ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ പേപ്പർ എങ്ങനെ ഫ്ലവർ ആകുന്നു അതാണ് അടുത്ത സ്റ്റെപ്പ്. അതായത് നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. തുറക്കാൻ പറ്റുന്ന ഭാഗമല്ല, ഫോൾഡ് ചെയ്ത ഭാഗം. ഇനി ഇപ്പോൾ ഉള്ള ഫോൾഡിങ്സ് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഗമ്മ് തേച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് സ്റ്റെം റെഡിയാക്കാം. സ്റ്റെമ്മിന് വേണ്ടി നമ്മൾ ഗ്രീൻ പേപ്പേഴ്സ് എടുക്കുക. ഗ്രീൻ പേപ്പേഴ്സ് എടുത്തിട്ട് തിന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്റ്റെം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റെമ്മിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫ്ലവർ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ പൊക്കത്തുനിന്ന് റൗണ്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ യെല്ലോ കളർ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയ സെയിം പ്രോസസ്സ് തന്നെ ഗ്രീൻ കളറിൽ ലീവ്സ് ഉണ്ടാക്കുക. എന്നിട്ട് സെയിം മെത്തേഡ് ഇതുപോലെ ആ യെല്ലോ ഫ്ലവേഴ്സിൻ്റെ താഴെയായിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതുപോലെ 3 റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ സിമ്പിളായിട്ടുള്ള പേപ്പർ ഫ്ലവേഴ്സ്? അപ്പോൾ ഇതെന്തായാലും ഉണ്ടാക്കി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.